സ്കൂളും മദ്രസയും രണ്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മക്കളൊക്കെ ഉള്ളവരെ നമ്മിച്ചൂട്ടാ. കാരണം എനിക്ക് ജസ്സുവിനെ മാത്രമേ ഇപ്പോൾ സ്കൂളിലും മദ്രസയിലും ശ്രദ്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയക്കേണ്ടതില്ലൂ. എന്നിട്ട് തന്നെ എനിക്കിതാ ഒന്നും ചില സമയത്ത് മനസ്സിലാവലില്ല. കാരണം ഒന്നാമത് രാവിലെ മദ്രസയിൽ പോയി ഒരു 8:50-8:55 ആവും വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 9:10 മുന്നേ ആയിട്ട് സ്കൂൾ ബസ്സും വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടാവും. ഓൾ വന്നിട്ടാകുമ്പം ഓളെ റെഡിയാക്കാനുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ അന്നേരം വിചാരിക്കും എനിക്കിപ്പോൾ ഒരാൾ മാത്രമായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഉള്ളവരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചെറിയ മോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ലഞ്ചും സ്നാക്സും എല്ലാം എടുത്ത് വെച്ച് അപ്പോഴേക്ക് ഇതാ മദ്രസ വിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾ വരുമ്പോഴത്തേക്ക് ഇതേപോലെ എല്ലാം എടുത്ത് വെക്കും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ അതേ ടൈം തന്നെ ഓൾ എത്തിയിട്ടുണ്ട്. യൂണിഫോം ഇട്ടുകൊടുത്ത് ഇതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. യൂണിഫോം ഇടാൻ വേണം കേട്ടോ. ഒരു 5 മിനിറ്റ് സ്കേർട്ട്, ടോപ്പ്, അതേപോലെ തന്നെ അതിൻ്റെ കോട്ട്, പിന്നെ ടാഗ്, പിന്നെ ബെൽറ്റ്, പിന്നെ 2 സൈഡ് മുടി കെട്ടണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇന്ന് 2 ഭാഗത്തൊന്നും മുടി കെട്ടാൻ സമയം ഉണ്ടായിട്ടില്ല. ഒരു ഭാഗത്ത് തന്നെ കെട്ടി കൊടുത്തിട്ട് വേഗം ഓടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് മുന്നേ ആയിരിക്കും ഞാൻ വണ്ടീൻ്റെ ഹോണൊക്കെ കേട്ടിട്ടായിരിക്കും ഓടുന്നുണ്ടാവുക. ഞാൻ ജസു എപ്പോൾ ഓടലാണ്. അങ്ങനെ ജസു സ്കൂളിൽ പോയിട്ട് പിന്നെ ചെറിയ മോൾ ഇതേപോലെ ടി വിയിൽ കുറേ സോങ്സും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഓളൊരു സമയം പോക്ക്. അതിൻ്റെ ഇടയിൽ ജസു പോയിട്ട് അമ്മാന്ന് ഞാൻ നാസ്ത കഴിക്കാനിരിക്കലേ. അങ്ങനെ നാസ്ത കഴിച്ച് പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നേ. ആ ഒരു സാൻഡ്വിച്ചും കൂടി കഴിച്ച് പിന്നെ ഇതാ ഉച്ചക്ക് നല്ല ചോറുണ്ടായിരുന്നേ. ചോറും വറവും നല്ല കുമ്പളങ്ങ കറിയും അയക്കുറ പൊരിച്ചതും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്ര നല്ല ഫുഡ് ഉച്ചക്ക് ഉണ്ടാകുമ്പം വേറെ എന്താ വേണ്ടല്ലേ. ശരിക്കും നമ്മൾ എത്ര പുറത്ത് കഴിച്ചാലും വീട്ടിൽ നിന്ന് യൂസ് സമയത്ത് ഇങ്ങനെയുള്ളൊരു ഫുഡ് കഴിക്കുന്ന ഫീല് അത് വേറെ തന്നെയാണല്ലേ. അങ്ങനെ ഉമ്മാൻ്റെ നല്ല കുമ്പളങ്ങ കറിയും എല്ലാം കൂട്ടി നല്ല ഉച്ചക്ക് നല്ല അടിപൊളി ചോറ് കഴിച്ചിട്ടാ. പിന്നെ ഇതാ ചക്ക ഉണ്ടായിനെ. ഇത് എൻ്റെ വീട്ടിൽ കുറേ ചക്ക ഉണ്ടായിന്. ഇത് ലാസ്റ്റ് പീസ് ചക്കയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണിത്. വീഡിയോ കോൾ ഓർ ഓഡിയോ കോൾ, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.